ഈ വീഡിയോയില് കൺസൈൻമെന്റിന്റെ ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് സെൻഡ് ചെയ്താൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സാധാരണ കൺസൈനിക്ക് ഗുഡ്സ് കോസ്റ്റ് പ്രൈസിനും സെൻഡ് ചെയ്യാറുണ്ട്, പിന്നീട് ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യാറുണ്ട്. കോസ്റ്റ് പ്രൈസിന് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കൺസൈനിക്ക് മനസ്സിലാവും ഈ ഗുഡ്സിന്റെ കോസ്റ്റ് ഇത് തന്നെയാണെന്ന്. നേരെ മറിച്ച് ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യുന്നതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, കൺസൈനിയിൽ നിന്നും ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് കൺസൈനിക്ക് ഇൻവോയ്സ് പ്രൈസിന് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇൻവോയ്സ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് കൺസൈനർക്ക് അറിയായിരിക്കും, അതിന്റെ കൂടെ കൺസൈനർ ലോഡും കൂടെ ചേർത്താണ് അയക്കുന്നത്, ലോഡിംഗ്. എന്നിട്ട് ഈ പ്രൈസ് ആയിരിക്കും. ആക്ച്വൽ കോസ്റ്റ് ആരറിയുന്നില്ല, ആക്ച്വൽ കോസ്റ്റ് കൺസൈനി അറിയുന്നില്ല. അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇൻവോയ്സ് പ്രൈസിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So Atlas Cycle Limited Noida sent on consignment 100 tricycles costing 550 each, invoiced at rupees 600 to Travancore Cycle Mart. അതായത് അറ്റ്ലസ് സൈക്കിൾസ് ആണ് കൺസൈനർ, ട്രാവൻകൂർ സൈക്കിൾ മാർട്ട് ഇസ് ദി കൺസൈനി. അറ്റ്ലസ് 100 ട്രൈസൈക്കിൾസ് ആർക്ക് സെൻഡ് ചെയ്യുന്നു? ട്രാവൻകൂറിന് സെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ സെൻഡ് ചെയ്യുന്നത്? ആക്ച്വലി ആ ട്രൈസൈക്കിളിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, സൈക്കിളിന്റെ കോസ്റ്റ് ഒരു സൈക്കിളിന് 550 രൂപയാണ്. പക്ഷേ ട്രാവൻകൂറിന് സെൻഡ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 600 രൂപയ്ക്കാണ്. അതായത് ഇങ്ങനെയാണ് ഇൻവോയ്സ് പ്രൈസ് ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് പ്ലസ് ലോഡ് എന്നാണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 600 റുപ്പീസ് എന്നാണ് ഇട്ടേക്കുന്നത്. കോസ്റ്റ് എത്രയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 550. അപ്പൊ ലോഡ് എത്ര ആയിരിക്കും? 600 550 പോയ 50. അങ്ങനെയാണ് 550 പ്ലസ് ലോഡ് 50 ആണ് 600 ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് കാണുമ്പോഴേ ട്രാവൻകൂറിന്റെ എന്ത് ചിന്തിക്കും? ട്രാവൻകൂർ വിചാരിക്കും ഒരു ട്രൈസൈക്കിളിന് എത്ര രൂപയാണ് കോസ്റ്റ് എന്ന്? 600 രൂപയാണ് കോസ്റ്റ് എന്നാണ് ട്രാവൻകൂർ ധരിക്കുന്നത്. പക്ഷെ ആക്ച്വൽ കോസ്റ്റ് എത്രയേ ഉള്ളൂ? 550 ആണ് ആക്ച്വൽ കോസ്റ്റ്. പിന്നീട് അറ്റ്ലസ് പെയ്ഡ് 1000. Atlas is the consigner, paid 1000 towards packing, forwarding and insurance. ഇതെന്ന് പറയുന്ന ഒരു നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. ഒരു ടൈം മാത്രം ഇൻകർ ചെയ്യുന്ന, ഒറ്റ ടൈം മാത്രം ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസിനെയാണ് നോൺ റെക്കറിംഗ്. പാക്കിംഗ് ആയാലും ഫോർവേഡിംഗ് ആയാലും ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ് ആയാലും നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. കൺസൈനർ സ്പെൻഡ് ചെയ്തതാണ് 1000 റുപ്പീസിൻ്റെത്. പിന്നീട് പറയുന്നത് 5 tricycles were totally damaged in transit and the insurance company paid 2500 in full settlement of the claim. അതായത് 100 സൈക്കിൾസ് ട്രാവൻകൂറിന് സെൻഡ് ചെയ്തു. വഴിക്ക് വെച്ച് ഇതിന് 5 ഡാമേജ് ആയി പോയി. 5 ഡാമേജ് ആയി പോയെന്ന് പറഞ്ഞാൽ അത് ഫേമിന്റെ അല്ലെങ്കിൽ ആ ബിസിനസിന്റെ ഹാൻഡിൽ ചെയ്യുന്നവരുടെ കെയർലെസ്നെസ് കൊണ്ടാണ് അത് കേടായി പോകുന്നത്. അതുകൊണ്ട് അതിനെ അബ്നോർമൽ ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ 5 ട്രൈസൈക്കിൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഡാമേജ് ആവുന്നത്, ആ ലോസിന് പറയുന്ന പേരാണ് അബ്നോർമൽ ലോസ്. അതായത് പിന്നെ കെയർലെസ്നെസ് കൊണ്ടാണ് അങ്ങനെ ഡാമേജ് ഉണ്ടായത്. 100-ൽ 5 പോയി. എനിവേ അതിനവർക്ക് ഇൻഷുറൻസ് കമ്പനിന്ന് ക്ലെയിം കിട്ടി. എത്ര രൂപയാണ് ക്ലെയിം കിട്ടിയത്? 2500 റുപ്പീസ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുത്തു. കാരണം അവർ ഓൾറെഡി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന്. ഓക്കെ, പിന്നീട് ട്രാവൻകൂർ സൈക്കിൾ മാർട്ട് took delivery of the remaining tricycles. അതായത് അവരുടെ കയ്യിലിട്ട് എത്രയേ വന്നുള്ളൂ? 100 വിട്ടെങ്കിലും 100-ൽ എത്ര നഷ്ടപ്പെട്ടു പോയി? 5 നഷ്ടപ്പെട്ട് കൺസൈനിയുടെ കയ്യിലേക്ക് എത്ര സൈക്കിൾസ് എത്തിച്ചേർന്നുള്ളൂ? 95 സൈക്കിൾസ് മാത്രമാണ് അവർ റിസീവ് ചെയ്തത്. ബൈ പേയിങ് ക്ലിയറിംഗ് ചാർജ് ആൻഡ് ഒക്ട്രോയ് 1550. ക്ലിയറിംഗ് ചാർജ് ആൻഡ് ഒക്ട്രോയ് ഇസ് ഓൾസോ എ നോൺ റെക്കറിംഗ് എക്സ്പെൻസ്, ബട്ട് ഇറ്റ് ഇസ് ഇൻകേർഡ് ബൈ, ആരാണത് സ്പെൻഡ് ചെയ്തത്? ഇറ്റ് ഇസ് മെറ്റ് ബൈ ട്രാവൻകൂർ സൈക്കിൾസ്, കൺസൈനിയാണ്. പക്ഷെ അത് 100 എത്ര എണ്ണത്തിനാണ്? കാരണം അവരുടെ കയ്യിൽ 95 എത്തിച്ചേർന്നുള്ളൂ. ഈ 95 കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ എത്ര രൂപ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തത്? 1520 രൂപ. പിന്നീട് ദേ സോൾഡ് 80 ട്രൈസൈക്കിൾസ്. അതായത് അവരുടെ കയ്യിൽ 95 എത്തിച്ചേർന്നത്, അതിൽ 80 അവർ വിറ്റുള്ളൂ. 80 വിറ്റ് കഴിഞ്ഞാൽ മിച്ചം അവിടെ ഇരിപ്പുണ്ട്. എത്ര എണ്ണം? 15. 95-ൽ 80 വിട്ടു. സോ റിമൈനിങ് 15 ട്രൈസൈക്കിൾസ് ആർ ദർ. ഇറ്റ്സ് നോൺ എസ് ക്ലോസിംഗ് സ്റ്റോക്ക്. 15 യൂണിറ്റ്സ് അവിടെ ക്ലോസിംഗിൽ ഇരിപ്പുണ്ട്. ഈ ട്രൈസൈക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 620 രൂപയാണ്. ഇപ്പോഴ് ട്രാവൻകൂർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ട്രാവൻകൂർ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, അറ്റ്ലസ് 600 രൂപയുടെ സൈക്കിള് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന്? 620 രൂപയ്ക്ക് വിൽക്കുന്നതെന്നാണ് ആര് ചിന്തിക്കുന്നത്? ട്രാവൻകൂർ. പക്ഷെ അങ്ങനല്ലല്ലോ. മറ്റവരെന്താണ് ചെയ്യുന്നത്? അതായത് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ എന്നാണ് കൺസൈനി ചിന്തിക്കുന്നത്? കൺസൈനർക്ക് 20 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. എത്ര രൂപയാണ്? 550 രൂപയാണ് യഥാർത്ഥത്തില് കോസ്റ്റ്. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് അത് വിൽക്കുന്നത്? 620 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ അതായത് അറ്റ്ലസിന് എത്ര രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്?
they will be getting 70. അപ്പൊ ഇത് ഹൈഡ് ചെയ്യുവാണ്, മറ്റവരിൽ നിന്നും ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അതിപ്പോ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരേണ്ട, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ആൻഡ് കൺസൈനി ഈസ് ടു ഗെറ്റ് എ കമ്മീഷനോ, കാരണം കൺസൈനി ഓൺ ബിഹാഫ് ഓഫ് കൺസൈനർക്ക് വേണ്ടിയാണ് ഈ സെയിൽ എല്ലാം നടത്തുന്നത്. അതിന് അയാൾക്ക് കിട്ടുന്നത് എന്താണ്? ദിസ് ഇൻകം ഇസ് കമ്മീഷൻ. കമ്മീഷൻ ഇസ് എൻ ഇൻകം ടു ദി കൺസൈനി, ബട്ട് ഇറ്റ്സ് എൻ എക്സ്പെൻസ് ടു ദി കൺസൈനർ. 15% ടോട്ടൽ സെയിൽസ് വാല്യൂവിന് 15% കമ്മീഷനായിട്ട് കിട്ടും കൺസൈനിക്ക്. ഇത് ലാസ്റ്റ് പ്രിപ്പയർ കൺസൈൻമെന്റ് അക്കൗണ്ട്, കൺസൈനീസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് അറ്റ്ലസ് ലിമിറ്റഡ്. കൺസൈനറിന്റെ ബുക്കിലാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട് ആണ്, where we will debit all expenses and credit all incomes and the resulting figure will be net profit or loss. ആ കൺസൈൻമെന്റ് ബിസിനസിന്റെ ആ പെർട്ടിക്കുലർ കൺസൈനി ആയിട്ടുള്ള ബിസിനസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് അവിടെ ലഭിക്കുക. പിന്നീട് കൺസൈനീസ് അക്കൗണ്ട്. കൺസൈനി അതായത് കൺസൈനർക്ക് കൺസൈനി എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അക്കൗണ്ടാണ് കൺസൈനീസ് അക്കൗണ്ട്. ഇവിടെ അബ്നോർമൽ ലോസും കൂടെ ഉണ്ട്. കാരണം എന്താണ്? 5 ട്രൈസൈക്കിൾസ് ഡാമേജ് ആയി പോയി എന്ന് പറയുന്നത് ഇറ്റ്സ് അബ്നോർമൽ ലോസ്. അതിന് നഷ്ടപ്പെട്ട തുകയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നുണ്ട്. അപ്പൊ മൊത്തം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മൊത്തം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ലോസ് ആയി പോകും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ പ്രിപ്പയർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് അറ്റ്ലസ് ലിമിറ്റഡ്, ദാറ്റ് ഇസ് കൺസൈനർ. അത് മാത്രമേ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കൺസൈൻമെന്റ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് വേർ വിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അപ്പൊ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഓർക്കേണ്ട കാര്യം, കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് ഇൻവോയ്സ് പ്രൈസിലുള്ള ക്വസ്റ്റൻ ആണോ അതോ കോസ്റ്റ് പ്രൈസിലുള്ളതാണോ? ഇത് ഇൻവോയ്സ് പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡെബിറ്റ് സൈഡിലെ മെയിൻ എക്സ്പെൻസ് എന്താണ്? ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ്. എത്ര ഗുഡ്സ് ആണ്? അറ്റ്ലസിന്റെ ബുക്കിലാണ്. അപ്പൊ അറ്റ്ലസ് ചെയ്യണം നമ്മൾ എത്ര രൂപയുടെ ഗുഡ്സ് ആണ് വിട്ടേക്കുന്നത്. എത്ര രൂപയുടെ? 100 ട്രൈസൈക്കിൾസ്. എത്ര രൂപയ്ക്ക്? ഏത് പ്രൈസ് യൂസ് ചെയ്യാവുള്ളൂ? ഹിയർ യു ഹാവ് ടു യൂസ് ഓൺലി ഇൻവോയ്സ് പ്രൈസ്. 100 സൈക്കിള് 600 രൂപയ്ക്ക്, അങ്ങനെ 60,000 രൂപയുടെ സൈക്കിളാണ് വിട്ടേക്കുന്നത്. ദിസ് ഇസ് ഇൻവോയ്സ് പ്രൈസ്. ഒരു എക്സ്പെൻസ്, ദാറ്റ് മെയിൻ എക്സ്പെൻസ് ഓഫ് ദാറ്റ് ബിസിനസ്. പിന്നീട് ബാക്കിയുള്ള ഏതൊക്കെ എക്സ്പെൻസ് ആണ്? കൺസൈനർ സ്പെൻഡ് ചെയ്യുന്നതും കൺസൈനി സ്പെൻഡ് ചെയ്യുന്നതും റെക്കറിങ്ങും നോൺ റെക്കറിങ് എക്സ്പെൻസ്. അത് ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ആദ്യം കൺസൈനർ സ്പെൻഡ് ചെയ്ത 1000 രൂപയുടെ എക്സ്പെൻസ് കൺസൈനർ സ്പെൻഡ് ചെയ്യുന്നതാണ്. കൺസൈനറിന്റെ ബുക്ക് ആയതുകൊണ്ട് എങ്ങനെ എഴുതാവുള്ളൂ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്ര രൂപ? 1000. അതായത് പാക്കിംഗ്, ഫോർവേഡിങ്, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് കൺസൈനി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കൺസൈനിയും സ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടി? ഓക്ട്രോയി ഒക്കെ വേണ്ടിയാണ്. ഒറ്റ ടൈമേ ഉള്ളൂ. So that's also non-recurring expense, but we need to write this consignment account debtor to Travancore Cycles ആണ് അത് സ്പെൻഡ് ചെയ്തേക്കുന്നത് 1520. പിന്നെ ഇത് കൂടാതെ കൺസൈനി ഒരു സെല്ലിംഗ് എക്സ്പെൻസും കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസ് എമൗണ്ട്, അതായത് കൺസൈനിയുടെ സെല്ലിംഗ് എക്സ്പെൻസ്, അത് റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. അതും കൂടെ എഴുതുക. ട്രാവൻകൂർ സൈക്കിൾസിന്റെ സെല്ലിംഗ് എക്സ്പെൻസ്, അത് റെക്കറിംഗ് എക്സ്പെൻസ് ആണ് 450. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നോക്കേണ്ട കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെയിൽസ് എത്രയാണെന്ന് അറിയണം. ക്വസ്റ്റനിൽ പറയുന്നുണ്ടല്ലോ 80 സൈക്കിൾസ് ആണ് വിൽക്കുന്നത്. 80 സൈക്കിൾസ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 80 സൈക്കിൾസ് ആർ സോൾഡ് അറ്റ് 620. ദാറ്റ് ഇസ് ദ മെയിൻ ഇൻകം. ആരാ വിൽക്കുന്നത്? ട്രാവൻകൂർ സൈക്കിൾസ് ആണ്. ഇൻകം സൈഡിൽ ട്രാവൻകൂർ സൈക്കിൾസ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെയിൽസ് എന്നും കൂടെ എഴുതുക. 80 ടൈംസ് 620, 80 സൈക്കിൾസ് 620 രൂപ സെല്ലിംഗ് പ്രൈസിന് വിൽക്കും. ദാറ്റ് ഇസ് ദ മെയിൻ ഇൻകം. അങ്ങനെ ക്രെഡിറ്റ് സൈഡില് മെയിൻ ഇൻകം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ സെയിൽസിന് കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ ഇസ് എൻ എക്സ്പെൻസ് ഫോർ അറ്റ്ലസ് ലിമിറ്റഡ്. ആർക്കാണ് കൊടുക്കുന്നത്? ട്രാവൻകൂർ സൈക്കിൾസിന്. ട്രാവൻകൂർ സൈക്കിൾസിന് എത്ര ശതമാനം? 15% എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. 49,600ന്റെ സെയിൽസിന്റെ 15%, 7,440. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഏത് സൈഡിൽ വരണം? ക്രെഡിറ്റ് സൈഡിൽ. അബ്നോർമൽ ലോസും ക്ലോസിംഗ് സ്റ്റോക്കും. ക്ലോസിംഗ് സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നല്ല എഴുതുന്നത്, കൺസൈൻമെന്റ് സ്റ്റോക്ക്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കും വരണം, അബ്നോർമൽ ലോസും വരണം. ഓക്കെ, പിന്നീട് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. ഇൻവോയ്സ് പ്രൈസിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ എൻട്രീസ്, അതിൽ ഇൻവോയ്സ് പ്രൈസിനകത്ത് ലോഡ് ഉണ്ട്, അതായത് പ്രോഫിറ്റിന്റെ പോർഷൻ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിനെ റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി ഗുഡ്സ് സെന്റ് ടു എന്ന് പറഞ്ഞ ആദ്യത്തെ ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗിൽ ലോഡ് ഇല്ലയോ? അതായത് 600 രൂപയില് 600 കോസ്റ്റ് എന്ന് പറയുന്നത് 550, ദിസ് ഇസ് ദ കോസ്റ്റ്. ലോഡ് എന്ന് പറയുന്നത് 50.
അപ്പൊ ലോഡിനെ മാറ്റുവാണെങ്കിൽ മാത്രമേ ആക്ച്വൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. കാരണം കൺസൈനർക്ക് അയാളുടെ ആക്ച്വൽ പ്രോഫിറ്റ് അല്ലേ കണ്ടെത്തേണ്ടത്. അയാളുടെ കോസ്റ്റ് എത്രയേ ഉള്ളൂ? 550 അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെയും കണ്ടുപിടിക്കുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻകം മൈനസ് എക്സ്പെൻസ്. ഇൻകം ഈസ് സെയിൽസ് മൈനസ് എക്സ്പെൻസ്. എക്സ്പെൻസിനകത്ത് മെയിൻ പാർട്ട് കോസ്റ്റ് ആണ്. കോസ്റ്റ് എത്ര എഴുതാവുള്ളൂ? ആക്ച്വൽ കോസ്റ്റ് എഴുതാൻ പാടുള്ളൂ, എങ്കിലേ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും. 550 വരാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ 600 ആണ് ഈ കോസ്റ്റ്. ഇത് എക്സ്പെൻസ് മീൻസ് കോസ്റ്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആക്ച്വൽ കോസ്റ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിൽ നിന്ന് 50 രൂപ ഇങ്ങെടുത്ത് മാറ്റണം. മാറ്റാൻ വേണ്ടി ഇതിലെ ലോഡിങ്, ഗുഡ്സ് ആൻഡ് ടൂലെ ലോഡിങ് നമുക്ക് കളയാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതണം? ആ 50 രൂപ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എൻട്രി. എന്ത് തന്നെയാണ് എൻട്രി വരുന്നത്? ഓപ്പോസിറ്റ് എൻട്രി. കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു സോറി ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെന്റ്. അങ്ങനെയാണ്. ഇതിൽ നിന്ന് ലോഡിങ് കളയാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലോട്ട് 50 രൂപേനെ എഴുതുക. അതായത് 100 ട്രൈ സൈക്കിൾസിന്റെ 50 രൂപ ഇങ്ങ് മാറ്റി. ഈ 60,000 5000 മാറ്റിയപ്പോ പിന്നെ 580 ആയല്ലോ, 55,000 ആയി. അതിന് ലോഡിംഗ് മാറ്റി. ഇനി നമ്മൾ ഈ രണ്ട് കാൽക്കുലേഷനും ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷനും അബ്നോർമൽ ലോസിന്റെ കാൽക്കുലേഷനും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ഓൾറെഡി എത്ര ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിൽ? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 100 എണ്ണമാണ് സെറ്റ് ചെയ്ത്. 100 എണ്ണത്തിൽ 5 എണ്ണം അബ്നോർമൽ ലോസ് ആയി പോയി. പിന്നീട് 95 യൂണിറ്റ്സ് ആണ് കൺസൈനി റിസീവ് ചെയ്തത്. അതിൽ 80 എണ്ണമാണ് കൺസൈനി വിറ്റത്, സെൽ ചെയ്തത്. ബാക്കി 15 എണ്ണമാണ് ഉള്ളത്. അതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ കോസ്റ്റ്, അതിന്റെ കോസ്റ്റ് എടുക്കുക ആദ്യം. 15 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലേ യൂസ് ചെയ്യേണ്ടത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻവോയ്സ് പ്രൈസിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു യൂസ് ഓൺലി ഇൻവോയ്സ് പ്രൈസ്. 15 into 600 is the invoice price. That is equal to 9,000. ഇത് മാത്രമല്ല, ഈ സ്റ്റോക്ക് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറെ നോൺ റിക്കറിംഗ് എക്സ്പെൻസും ഇൻകർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഈ കോസ്റ്റിന്റെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ് നോൺ റിക്കറിംഗ് എക്സ്പെൻസ്? മാത്രം രണ്ടുപേരും ഇൻകർ ചെയ്തിട്ടുണ്ട് നോൺ റിക്കറിംഗ് എക്സ്പെൻസ്. കൺസൈനറിന്റെ 1000ഉം കൺസൈനിയുടെ 1520. അത് എത്ര എണ്ണത്തിനാണ്? ഈ 1000 രൂപ ഇൻകർ ചെയ്തിരിക്കുന്ന എത്ര ട്രൈ സൈക്കിൾസിനാണ്? 100 എണ്ണത്തിനാണ്. ഇവിടെ നമ്മൾ എത്ര എണ്ണത്തിന്റെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നേരം എത്ര എണ്ണത്തിന്റെ വാല്യൂ ആണ്? 15 എണ്ണത്തിന് എത്ര എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പ്രൊപ്പോർഷനേറ്റ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ കൺസൈനി സ്പെൻഡ് ചെയ്തിരിക്കുന്ന നോൺ റിക്കറിംഗ് എക്സ്പെൻസ് 1520 രൂപയാണ്. അത് എത്ര ട്രൈ സൈക്കിൾസിനാണ്? 95 എണ്ണം അല്ലേ അവരുടെ കിട്ടിയുള്ളൂ. അത്ര എണ്ണത്തിനാണ്. നമുക്ക് അത്ര എണ്ണത്തിന്റെ വേണം. നമുക്ക് എത്ര എണ്ണത്തിന്റെ മതി? വി നീഡ് ഓൺലി 15 ട്രൈ സൈക്കിൾസ് പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിംഗ് എക്സ്പെൻസ്. നമുക്ക് ആദ്യം ഈ 15 എണ്ണത്തിന്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു. You should multiply it with invoice price. Then you have to add proportionate non-recurring expense of consignor. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 1000 രൂപ എന്നല്ലേ പറയുന്നത്. 1000 രൂപ കൺസൈനർ എത്ര ട്രൈ സൈക്കിൾസിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തത്? 100 എണ്ണത്തിന്. അതിന് 1000 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1000 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് എത്ര എന്ന് കിട്ടും. എങ്കിൽ 15 എണ്ണത്തിന് എത്ര? ഇൻറ്റു 15. ദാറ്റ് ഇസ് 115. 100 എണ്ണത്തിന് 1000 രൂപയെങ്കിൽ 15 എണ്ണത്തിന് 180. ഓക്കെ, സോ 1000 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ്. അങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. അതുപോലെ ആര് ഇൻകർ ചെയ്ത നോൺ റിക്കറിംഗ് ഉണ്ട്? ഇല്ലായിരുന്നെങ്കിൽ എഴുതണ്ട. കൺസൈനി ഇവിടെ നോൺ റിക്കറിംഗ് ഇൻകർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യണം. ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനി. കൺസൈനി സ്പെൻഡ് ചെയ്ത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 1520. ഇറ്റ് ഈസ് ഓൺലി ഫോർ 95. കാരണം അയാളുടെ 100 എണ്ണം കിട്ടിയിട്ടില്ല. അയാൾ 1520 രൂപ സ്പെൻഡ് ചെയ്ത് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ സ്റ്റോക്ക് കിട്ടിക്കഴിയുമ്പോൾ അയാളുടെ എത്ര കിട്ടിയുള്ളൂ? 95 നമ്പേഴ്സ് അല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ 95 ട്രൈ സൈക്കിൾസിനാണ് 1520 രൂപ. എങ്കിൽ 15 എണ്ണത്തിന് എത്ര? 1520 ഡിവൈഡ് ബൈ 95 ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെത് കിട്ടും. Then multiply it with 15. Then you will get 240. This is the proportionate non-recurring expense of consignee. അങ്ങനെ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തെടുക്കുക. 9000 plus 150 plus 240, that is 9390. This is the value of closing stock. അതിവിടെ കൊണ്ട് എഴുതുക. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് 9390. ക്ലോസിംഗ് സ്റ്റോക്ക് എന്നല്ല എഴുതുന്ന. ഏത് പേരാ യൂസ് ചെയ്യേണ്ട? കൺസൈൻമെന്റ് സ്റ്റോക്ക്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോണം. ഈ കൺസൈൻമെന്റ് സ്റ്റോക്കും ഏത് പ്രൈസിനാണ് പോയേക്കുന്നത്? ഇൻവോയ്സ് പ്രൈസിലല്ലേ പോയേക്കുന്നത്. അതായത് ഇവിടെ കണ്ടോ, ഇത് ഇൻവോയ്സ് പ്രൈസ് ആണ് അല്ലേ. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതാണ്? കോസ്റ്റും ലോഡും. ലോഡ് മീൻസ് പ്രോഫിറ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 600ൽ 580 ആണ് കോസ്റ്റ്.
അതിൽ ലോഡ് എത്ര? 50, ബാക്കി 50. അതായത് 600 മൈനസ് 580, ബാക്കി 50. അതിനെ നിങ്ങൾ റിമൂവ് ചെയ്യണം. ഇവിടെ ഒന്നും ലോഡൊന്നും ഇല്ല, ഇവിടെ മാത്രമേ അതുള്ളൂ. ആ 600-നകത്താണ് ലോഡ് കിടക്കുന്നത്, അതിനെ റിമൂവ് ചെയ്യണം. ഇവിടെ അല്ലേ എക്സ്ട്രാ കിടക്കുന്നത്, അതിനകത്തൊരു പോർഷൻ, ആ 600-ന്റെ പോർഷനിൽ 50 അവിടെ കിടപ്പുണ്ട്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റോക്ക് റിസർവ്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെന്നാ എഴുതുന്നത്? സ്റ്റോക്ക് റിസർവ് ഫോർ റിമൂവിംഗ് ലോഡിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക്. എത്ര? 15 എണ്ണത്തിൽ നിന്ന് എത്ര രൂപ മാറ്റുക? 50 രൂപ, 750. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക, അതിൽ നിന്നുള്ള എന്ത് മാറ്റാൻ മറക്കരുത്? ലോഡ് മാറ്റാൻ മറക്കരുത്. ഇഫ് യുവർ ക്വസ്റ്റ്യൻ is with invoice price. ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിലും മതി. കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇവിടെ എല്ലാം കോസ്റ്റ് പ്രൈസ് യൂസ് ചെയ്യാവുള്ളൂ. ഇവിടെ എല്ലായിടും 550 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റും കൂടെ കിടപ്പുണ്ട്. അബ്നോർമൽ ലോസ് റെക്കോർഡ് ചെയ്യണം, ഈ എമൗണ്ട് കണ്ടെത്തണം. അതും ഇതുപോലെ തന്നെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്തുന്ന പോലെയാണ് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എത്ര സൈക്കിൾസിന്റെ ആണ്? 5 സൈക്കിൾസിന്റെ വാല്യൂ. അതല്ലേ ഡാമേജ് ആവുന്നത്. ഈ സെയിം പ്രൊസീജിയർ ആണ് കോസ്റ്റ് ഓഫ് 5 സൈക്കിൾസ്. കോസ്റ്റ് ഓഫ് 5 സൈക്കിൾസ്. ഇവിടെ നിങ്ങൾ ഇൻവോയ്സ് പ്രൈസിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാൻ ഒരിക്കലും ഇൻവോയ്സ് പ്രൈസ് യൂസ് ചെയ്യില്ല. യു ഹാവ് ടു യൂസ് ഓൺലി കോസ്റ്റ് പ്രൈസ്. കാരണം അതിന്റെ കോസ്റ്റ് നമുക്ക് അറിയേണ്ടത് 5 into 550, ദാറ്റ് ഇസ് 2750. കോസ്റ്റ് പ്രൈസ് യൂസ് ചെയ്യാറുള്ള 5 സൈക്കിളിന്റെ കോസ്റ്റ് ഇതാണ്. ഇതിന്റെ കൂടെ എന്തുണ്ട്? പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. അതിനകത്തും കൺസൈനർ കുറച്ച് ഈ ഗുഡ്സിന് വേണ്ടി ഈ കൺസൈൻമെന്റ് ഈ എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തില്ല, നോൺ റെക്കറിംഗ് എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തില്ല, അതിനുശേഷമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇങ്ങനെ എടുക്കേണ്ട, പ്രൊപ്പോർഷനേറ്റ് എടുക്കാവുള്ള 1000 രൂപ എന്ന് പറയുന്നത് 100 ട്രൈസൈക്കിൾസിനാണ് എങ്കിൽ 5 എണ്ണത്തിന് എത്ര? 5 എണ്ണത്തിന് 50 രൂപ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം മറ്റെടുത്ത പോലെ പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനിയും കൂടെ ആഡ് ചെയ്യേണ്ടതെന്ന്. ആഡ് ചെയ്യാമായിരുന്നു. ഈ സൈക്കിൾ ആരുടെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ? കൺസൈനിയുടെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ. പക്ഷെ അയാളുടെ കയ്യിൽ എത്തിയില്ലല്ലോ. അയാളുടെ കയ്യിൽ എത്ര എണ്ണം എത്തിയിട്ടുള്ളൂ? 95 സൈക്കിൾസേ എത്തിയിട്ടുള്ളൂ. അതായത് അബ്നോർമൽ ലോസ് സംഭവിച്ചതിന് ശേഷമുള്ള ബാക്കി സൈക്കിൾസേ അയാളുടെ കയ്യിൽ എത്തിയുള്ളൂ. അയാൾ 95-നുള്ള നോൺ റെക്കറിംഗ് ആണ് സ്പെൻഡ് ചെയ്തത്. അത് ഇവിടെ കൺസിഡർ ചെയ്യേ വേണ്ട, ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്പെൻഡ് എനി നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഫോർ ദിസ് 5 സൈക്കിൾസ്. അതുകൊണ്ടാണ് ഇത് രണ്ടും. അയാളുടെ ഗോഡൌണിൽ വെച്ചാണ്, കൺസൈനിയുടെ ഗോഡൌണിൽ വെച്ചാണ് ഡാമേജ് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാമായിരുന്നു ആഡ് പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ഓഫ് കൺസൈനി ഓൾസോ. ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം അയാളുടെ കയ്യിൽ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു. അയാൾ അതിനുവേണ്ടി 1 രൂപ പോലും എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ ദി value of abnormal loss is 2750 plus 50, that is 2800. അങ്ങനെ നിങ്ങൾ ഇവിടെ 2800 റെക്കോർഡ് ചെയ്തു. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇപ്പൊ ഇൻവോയ്സ് പ്രൈസിനാണെന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട കാര്യം എന്താണ്? പ്രധാനപ്പെട്ട കാര്യം, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന മെയിൻ എക്സ്പെൻസ് ഏത് പ്രൈസ് തന്നെ എഴുതണം? ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിൽ എഴുതിയിട്ട് പിന്നെ ഇത് അതിൽ നിന്നുള്ള ലോഡ്, അതായത് കോസ്റ്റ് കഴിഞ്ഞുള്ള പോർഷനാണ് ലോഡ് എന്ന് പറയുന്നത്. ലോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ലോഡ് എന്ന് പറയുന്നത് ഇൻവോയ്സ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് ലോഡ്. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് 600 ആയിരുന്നു, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 550 ആയിരുന്നു. സോ ലോഡ് 50. ലോഡ് 50 ആയിരുന്നു ഇവിടെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്? അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ 100 എണ്ണത്തിന്റെ 50 രൂപ എടുത്തു മാറ്റി. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടെത്തി, എന്നിട്ട് അതിൽ നിന്നുള്ള ലോഡും റിമൂവ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ, അതിൽ നിന്നുള്ള ലോഡ് റിമൂവ് ചെയ്ത് പിന്നീട് അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടെത്തണം. അവിടെ ലോഡൊന്നും ഇല്ല, അത് കോസ്റ്റ് പ്രൈസിന് തന്നെയാണ്. അബ്നോർമൽ ലോസ് എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നൗ യു ക്യാൻ കമ്പയർ എക്സ്പെൻസ് ആൻഡ് ഇൻകം. ടോട്ടൽ ചെയ്തപ്പം എക്സ്പെൻസ് സൈഡിന്റെ ടോട്ടൽ, എക്സ്പെൻസ് സൈഡ് എന്നാണ് ഈ സൈഡിന്റെ ടോട്ടൽ 7116 കിട്ടി. ഇൻകം സൈഡ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 66,000. ഇവിടെ 71,160 എക്സ്പെൻസ് ടോട്ടലും 66,790 ഇൻകം ടോട്ടലുമാണ് കിട്ടിയത്. എക്സ്പെൻസസ് ഗ്രേറ്റർ ദാൻ ഇൻകം, ദാറ്റ് മീൻസ് ലോസ്. ലോസ് ആയതിന്റെ ഇവിടെയാണ് വരുന്ന ഡിഫറൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇറ്റ് ഇസ് ലോസ് 4,370. ഇത്രയേ ഉള്ളൂ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇനി ഞാൻ ഇവിടെ അബ്നോർമൽ ലോസ് അക്കൗണ്ടും കൂടെ ഒന്ന് വരച്ചിട്ടുണ്ട്, വേറെ ഒന്നും കണ്ടല്ല. 2800 രൂപയാണ് 5 ട്രൈസൈക്കിൾസിന്റെ നഷ്ടപ്പെട്ട ട്രൈസൈക്കിൾസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതില് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2500 രൂപ ആര് തന്നു? ഇൻഷുറൻസ് കമ്പനി തന്നു, ബാക്കി നമുക്ക് കിട്ടിയില്ല. ദാറ്റ് ഇസ് ലോസ്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ എഴുതുക, ഇവിടുന്ന് ഈ കറസ്പോണ്ടിങ് എൻട്രി ആണ് വരുന്നത്. അബ്നോർമൽ ലോസ് 2500.
കൺസൈൻമെന്റ് അക്കൗണ്ടിൽ അത് ഏത് സൈഡിലാണ്? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിൽ. അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ അത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് 2800. ഓക്കെ, എന്നിട്ട് ഈ 2800 എന്താ സംഭവിക്കുന്നത്? 2800 തന്നെ ഇവിടെ നോക്കിയാൽ മതി. ഇതില് ക്വസ്റ്റനിൽ പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം 2500 കിട്ടുന്നു. ഇൻഷുറൻസ് കമ്പനി 2800 2500 ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം കിട്ടുന്നു, ബാക്കി നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ്സ് എ ലോസ് ഫോർ us, സോ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ്സ് എ ലോസ്. ഇത്രേ ഉള്ളൂ. പിന്നെ കൺസൈനി അക്കൗണ്ട് നിങ്ങൾ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അപ്പൊ ഇൻവോയ്സ് പ്രൈസിനാണെങ്കിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.